വൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തെ ഉപേക്ഷിക്കുന്നവർക്കാകുന്നു വൈലെന്ന നരകം എന്നാണ് അതിന്റെ അർത്ഥം. സഹ അൻ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു എന്നാണ് അർത്ഥം. സഹ ഫി എന്നായിരുന്നെങ്കിൽ നിസ്കാരത്തിൽ ശ്രദ്ധ മാറുന്നവർക്ക് വൈല് എന്ന് വരുമായിരുന്നു. അതുകൊണ്ടാ സയ്യിദുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് അൽഹംദുലില്ലാഹില്ലദീ ലം യഖുൽ ഫീ സ്വലാത്തിഹിം സാഹൂൻ വഖാല അൻ സ്വലാത്തിഹിം സാഹൂൻ. ഫീ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറയാത്ത റബ്ബിനാണ് സർവസ്തോത്രങ്ങളും. എന്താണ് റബ്ബ് പറഞ്ഞത്? അൻ സ്വലാത്തിഹിം സാഹൂൻ. സഹ അൻ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു എന്നാണ് അർത്ഥം. അപ്പൊ എപ്പോഴെങ്കിലും കഷ്ടപ്പെട്ട് നിസ്കരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധ മാറിയാൽ വൈലെന്ന അഗാധമായ ഗർത്തത്തിൽ പോകേണ്ടി വരും എന്ന രീതിയിലുള്ള ചില പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ക്ഷമിക്കണം, അങ്ങനെ ഖുർആൻ പറയുന്നില്ല. ഒരൊറ്റ തഫ്സീറിലും അങ്ങനെ നമുക്ക് ലഭ്യമല്ല. അതിന്റെയൊക്കെ പുറമെ ആ ഈ വൈലുൽ ലിൽ മുസല്ലീൻ പറയുന്ന ആ സൂറത്തിലുള്ള വൈല് എന്ന് പറയുന്ന അഗാധമായ നരകത്തിന്റെ കുഴി കിട്ടുന്നത് ആർക്കാണ്? അവിടെ പറയുന്ന 3 വൈകൃതങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നവർക്കാണ്. നിസ്കാരത്തിൽ ഒന്ന് ശ്രദ്ധ മാറുന്നവർക്കല്ല. നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവരുത് എന്നല്ലേ ഞാൻ പറയണത്. നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവരുത് എന്നല്ല. അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. വിജയിച്ച വിശ്വാസികൾ അവരുടെ നിസ്കാരത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നു എന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധ ഉണ്ടാവരുതെന്നല്ല പറയുന്നത്. മനുഷ്യന്റെ സ്വാഭാവികവും നൈസർഗികവുമായ ദൗർബല്യം കാരണം എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധ മാറിയാൽ, അല്ലെങ്കിൽ പല സമയങ്ങളിൽ ശ്രദ്ധ മാറിപ്പോയാൽ, എന്തെങ്കിലുമൊക്കെ ഒന്ന് മറന്നുപോയാൽ ദേ കടക്കണ് വൈലെന്ന അഗാധമായ ഗർത്തത്തിൽ എന്നാരും പറയരുത്. ഈ വിശ്വാസികളെ ഉപദ്രവിക്കരുത്, അതേ പറയുന്നു. കാരണം അവിടെ പറയുന്ന 3 വൈകല്യങ്ങളുണ്ട്. ഒന്ന്, അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തെ അവർ ഉപേക്ഷിക്കും. പിന്നെന്തിനാ മുസല്ലി എന്നൊക്കെ പറഞ്ഞത്? തോന്നുമ്പോ സൊല്ലികളായിട്ട് നിസ്കരിക്കും. എപ്പോഴെങ്കിലുമൊക്കെ നിക്കാഹിന്റെ സദസ്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ എല്ലാവരും നിസ്കരിക്കുകയാണെങ്കിൽ അവന് നിസ്കരിക്കും. അല്ലാതെ ആത്മാർത്ഥത കാട്ടി കൃത്യമായി സമയം പാലിച്ച് ഖളാവ നിസ്കരിക്കുന്ന ശൈലിയൊന്നുമില്ല. അതുകൊണ്ടാണ് മുസല്ലി എന്ന് പ്രയോഗിക്കുന്നത്. അൻ സ്വലാത്തിഹിം, നിസ്കാരത്തെ തൊട്ടവൻ അശ്രദ്ധവാനാകും എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കും. പിന്നെ അവൻ റിയാ കാണിക്കും. അല്ലദീന ഹും യുറാഊൻ. അവൻ പ്രകടനപരത, ലോകമാന്യം കാണിക്കും. അപ്പൊ നിസ്കരിക്കുകയാണെങ്കിൽ 30 നിസ്കാരം എന്തിനാണ്? 4 കാണട്ടെ എന്ന് കരുതിയിട്ടാണ്. 4 കാണട്ടെ എന്ന് കരുതിയിട്ടാണ്. അത്തരം നിസ്കാരം അശ്ശിർക്കുൽ അസ്ഗറാണ്. ശ്രദ്ധിക്കാതെ കടന്നു വരുന്ന ബഹുദൈവാരാധനയാണ്, ശിർക്കാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം ആരാധന. 4 കാണട്ടെ എന്ന് കരുതി ആരാധന അർപ്പിക്കുമ്പോഴോ അള്ളാഹുവിന് മാത്രമല്ല, ഈ കാണാൻ വിചാരിച്ച ആളുകൾക്ക് കൂടെയുള്ള ആരാധനയായിട്ട് അത് മാറുന്നു. അപ്പൊ അത് ശിർക്കാവുന്നു. ഈ അശ്ശിർക്കുൽ അസ്ഗർ എന്ന് മുത്ത് റസൂൽ പഠിപ്പിച്ച റിയാ, ലോകമാന്യം, പ്രകടനപരത കൂടെ അവനുണ്ടാകും. 3-ാമത്തേത് വയംനഊനൽ മാഊൻ. വളരെ നിസ്സാരമായ നമ്മുടെ നിത്യോപയോഗ വസ്തുക്കൾ, അതേപ്രകാരം ലഘുയന്ത്രങ്ങൾ, കത്തി, കൈക്കോട്ട്, കൊട്ട, ചൂല്, കലപ്പ, ഇതൊക്കെ അവൻ തടയുകയും ചെയ്യും. ആർക്കും അതൊന്നും കൊടുക്കൂല. അയൽവാസി ഒന്ന് പറയും, ആ കൈക്കോട്ടൊന്നും തരാമോ, 2 പങ്കാളിണ്ട്, വീട്ടിൽ 1 കൈക്കോട്ടേ ഉള്ളൂ. അപ്പം ചുറ്റുമൊക്കെ നടന്നിട്ട് ഇങ്ങനെ തെരയണത് പോലെ അഭിനയിക്കും. കുട്ടികൾ എടുത്തിരുന്നു, എവിടെ വെച്ചു എന്നറിയില്ല, കൃത്യമായിട്ട് അറിയാം, കുറെ നുണ പറയണം അതൊന്നും കൊടുക്കാതിരിക്കാൻ. അതാണ് മാഊൻ എന്ന് പറഞ്ഞാൽ. വീട്ടിലെ ഉപകാര വസ്തുക്കൾ, ചൂല്, കൈക്കോട്ട്, പാത്രം, കത്തി, ഈ ചെരവ, പാതാളക്കരണ്ടി, അങ്ങനൊക്കെ ഒരു സാധനമുണ്ട്. പണ്ട് ഈ മൂട്ടിൽ നിന്ന് മാത്രമല്ല വെള്ളം എടുക്കൽ, നേരെ മറിച്ച് ഈ കപ്പി കയറൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇതാണ് പിടുത്തം വിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകും. ഒരു മഹലിൽ ഒരു വീട്ടിലുണ്ടായാൽ മതി, ഒരു കല്ലൊക്കെ കെട്ടിയിട്ട് കമ്പിയൊക്കെ കൊളത്തി വെച്ചിട്ടുള്ള കൃത്രിമമായി ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ വാങ്ങാൻ കിട്ടുന്ന സാധനം അതിട്ട് ഇങ്ങനെ ഈ കിണറിൽ ഇങ്ങനെ ഇളക്കിയിട്ട് പൊക്കുമ്പോൾ ആ കയറും ബക്കറ്റും ഒക്കെ കിട്ടും. ഈ സാധനത്തിന് വരികയാണ്. ഇത് ചിലപ്പോ ഒരു 2-3 വർഷത്തിന്റെ ഇടക്ക് ആ മേടിച്ചു വെച്ച വീട്ടിൽ ഉപകരിക്കുന്നല്ല. കാരണം ഇത് വീണുകൊണ്ടേ. അതാ പറഞ്ഞ, ഒരു മഹലിൽ ഒരു സ്ഥലത്ത് മതി അത്. അതൊന്ന് തരുമോ, ഞങ്ങളെ കപ്പി, ഞങ്ങളുടെ ബക്കറ്റ്, ഞങ്ങളുടെ കയറ് കിണറിൽ വീണിക്കണെന്ന് പറയുമ്പോൾ അതിപ്പോ എന്നെടുത്ത് എവിടെ ഇപ്പൊ അത് വെച്ചു എന്നറിയില്ല എന്ന് പറഞ്ഞ് നടക്കും. അയൽവാസികളോടുള്ള ബന്ധത്തിന് അത് വിരുദ്ധാണ്. ഒന്ന്, നമ്മൾ സഹായിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്ന കൽപ്പനയ്ക്ക് വിരുദ്ധാണ്. റിയാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വൃത്തികെട്ടൊരു സാധനമാണ്. കുറെ യോദ്ധാക്കൾ ചെല്ലുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അവർ വലിയ പ്രതിഫലം വാങ്ങാൻ നിൽക്കുകയായിരിക്കും. പടച്ച റബ്ബ് പറയും, പോകൂ നരകത്തിലേക്ക് എന്ന്. അവർ ഒച്ചാനിച്ച് നിൽക്കും, സ്വാഭാവികം. ആ സമയത്ത് റബ്ബിന്റെ വിശദീകരണം എന്തായിരിക്കും? ഖതൽത ഫീ സബീലില്ലാഹി ലിയുഖാല ഇന്നക മുഖാതിൽ. നീ നല്ല യുദ്ധം ചെയ്തിരുന്നു. എന്തിനാ? നല്ലൊരു യോദ്ധാവാണ്, ധീരനാണ്, വലിയ പ്രവർത്തകനാണെന്ന് പറയാൻ. അത് പറഞ്ഞല്ലോ, നീ ഉദ്ദേശിച്ച പ്രതിഫലം കിട്ടി, കേറൂ നരകത്തിൽ. ഓരോരുത്തരെയും വിശദീകരിക്കുന്നുണ്ട് ആ ദീർഘമായ ഹദീസിൽ.
ഖറഅത്തൽ ഖുർആൻ ലിയുഖാല ഇന്നക ഖാരിഉൻ. നല്ലൊരു ഓത്തുകാരനാണെന്നറിയാൻ നീ അടിച്ച് പൊളിച്ച് ഖുർആൻ ഓതിയിരുന്നു. ആളുകൾ കാണുന്നില്ലെങ്കിൽ കാണട്ടെ എഴുതിയിട്ട് ഖുർആൻ ഓതുമ്പോൾ അങ്ങനെ ആടിയിരുന്നു. നൈസർഗികമായ ആട്ടമല്ല, ബോധപൂർവമുള്ള ആട്ടം. ഇങ്ങനെ പല ചേഷ്ടകളും ചെയ്തിട്ട് നിന്റെ ഈ ആരാധനയെ സമൂഹത്തിന് നീ ഡിസ്പ്ലേക്ക് വെച്ചിരുന്നു, ദർശനത്തിന് വെച്ചിരുന്നു. അത് കിട്ടി, നീ വിചാരിച്ച പ്രതിഫലം കിട്ടി. കേറൂ നരകത്തിൽ. ഇതറിയാ. ഈ 3 സംഭവങ്ങൾ ഒരുമിച്ച് കൂടുന്നവരെ കുറിച്ചാണ് വൈലുൻ. അവർ നരകത്തിന്റെ അഗാധമായ മേഖലയിലാണ് പ്രവേശിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ കഷ്ടപ്പെട്ട് സമയമുണ്ടാക്കി ബുദ്ധിമുട്ടി വന്ന് നിസ്കാരത്തിനൊന്ന് തക്ബീർ കെട്ടി ആ സമയത്ത് ശ്രദ്ധയൊന്ന് മാറിപ്പോയി അത്തരം ആളുകളെ അല്ല. ഒരു തഫ്സീറിലും നമുക്കത് കാണാനും പറ്റില്ല. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നുൽ അറബി തങ്ങളൊക്കെ പറയുന്നുണ്ട്, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല സന്ദർഭത്തിൽ നിസ്കാരത്തിൽ മറന്നില്ലെന്ന്. പല സന്ദർഭത്തിൽ അവിടുന്ന് 2 റക്അത്ത് കഴിയുമ്പോൾ സലാം കിട്ടുന്നുണ്ട്. ഒരു സാബി വരെ എഴുന്നേറ്റ് നിന്ന് ആ കുസറത്തി സ്വലാത്തും നസീത യാ റസൂലല്ലാഹ്, നിസ്കാരം 2 ചുരുക്കിപ്പോയോ അതോ അങ്ങ് മറന്നുപോയോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ എപ്പോഴും വഹി വരും. 4 റക്അത്തുള്ള നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കെ 2 മതിയെന്ന് കൽപ്പന വന്നോന്ന് അറിയില്ല. അതുകൊണ്ട് ആ കുസറത്തി സ്വലാ, ഈ നിസ്കാരത്തിന്റെ മധ്യ നിസ്കാരത്തിന്റെ റക്അത്ത് 2 ചുരുക്കിപ്പോയോ അം നസീത യാ റസൂലല്ലാഹ്, അതോ മറന്നുപോയോ എന്ന് ചോദിക്കുന്നത്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ഒന്ന് പ്രായോഗികമായിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, ആ മസല പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മറപ്പിച്ചതാണ് ആയിരിക്കും. ഇബ്നു കസീർ അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ മറന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു പലതും ആലോചിക്കുന്നുണ്ട്. ഇതാണ് മനുഷ്യനെന്ന് പറയണം. അതുകൊണ്ടാണ് മലക്കായിട്ട് ദൂതർ വരാതിരുന്നത്. 17 അധ്യായം അൽ-ഇസ്രാഇന്റെ 90 മുതലുള്ള വാക്യങ്ങളിൽ മലക്കുകൾ ഇറക്കിക്കൂടെ? എന്തേ നമ്മുടെ കൂട്ടത്തിൽ വളർന്ന് നമുക്കിടയിൽ ജീവിച്ച് നമ്മുടെ ഈ ഗോത്രപരമായ മത്സരങ്ങളൊക്കെ നടക്കുമ്പോ ഈ ഖുറൈശിപ്പെട്ടൊരു മുഹമ്മദ് വന്നു എന്ന് അവർക്ക് ആശങ്കയുണ്ട്. മലക്കിറങ്ങിയ പോലെ എന്ന്. നിലക്കിറങ്ങിയ പോലെ. കാരണം ലാ അക്ല വലാ ശുറുബ വലാ നൗമ ലഹും. അവർക്ക് ഉറക്കില്ല, അവർക്ക് വെള്ളം വേണ്ട, അവർക്ക് ഭക്ഷണം വേണ്ട, അവർക്ക് ലൈംഗിക ബന്ധത്തിന്റെ ജന്മന അവർക്ക് അതിന് താല്പര്യമില്ല, അത് നടത്താൻ കഴിയില്ല. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. അല്ലാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായി ഒരു നിലക്കും പ്രവർത്തിക്കാൻ പറ്റൂല അവർക്ക്. അങ്ങനത്തെ മലക്ക് വന്നിട്ട് ഇതേ റമദാനായി, ഇനി മുതൽ 30 ദിവസങ്ങളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നോമ്പോൽക്കണം, ഞാനും നോൽക്കണതാന്ന് പറഞ്ഞാൽ അതിനൊരു പ്രസക്തിയില്ല. കാരണം മലക്കിന് ഭക്ഷണം വേണ്ടല്ലോ, വെള്ളം വേണ്ടല്ലോ. ഈ ദീന് പ്രായോഗികമാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല മലക്കാണ് ദഅവത്തിന് വന്നതെങ്കിൽ. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് മലക്ക് പറയണമെങ്കിൽ മലക്കിന് ക്ഷീണമല്ല, അവരെ ഏൽപ്പിച്ച ധർമ്മം നിർവഹിച്ചു കൊണ്ടേയിരിക്കും. മനുഷ്യൻ അങ്ങനെയല്ല, ക്ഷീണുണ്ട്, അവന് താല്പര്യങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്, മോഹഭംഗങ്ങളുണ്ട്. അതൊക്കെ അനുസരിച്ച് അവന്റെ ഈ ജീവിതത്തിൽ നിലവാരത്തിലും അവന്റെ സമീപനങ്ങളിലും മാറ്റം വരും. ഇതിനെയൊക്കെ തരണം ചെയ്തു വേണം അവന് തഹജ്ജുദിന് എഴുന്നേൽക്കാൻ. ആ മലക്ക് തഹജ്ജുദ് നിസ്കരിക്കണം, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുന്നു പറഞ്ഞാൽ അത് തീരെ പ്രായോഗികമല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് ദൂതന്മാരെ പറഞ്ഞയക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരാകുന്നു എന്നല്ല, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യരാകുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലയിടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ നിസ്കാരത്തിൽ ചിലതൊക്കെ ഓർക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടുന്ന് ഇങ്ങനെ നിസ്കാരത്തിന് മുന്നിൽ നിസ്കരിച്ചിട്ട് സലാം വീട്ടി കഴിഞ്ഞാൽ മബാലു അഖ്വാമിൻ യർഫഊന അബ്സാറഹും ഫിസ്സമാ, എന്താ നിസ്കാരത്തിൽ മേപ്പെട്ട് വെക്കണ കുറെ ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നുണ്ട്. നിസ്കാരത്തിൽ ബാക്കിൽ നിന്നുള്ള മുകളിലേക്കുള്ള നോട്ടം അവിടുന്ന് കാണുന്നുണ്ട്. ഇന്നീ അറാക്കും മിൻ വറാഇ, ഞാൻ മുമ്പിൽ നിന്നെന്ന പോലെ നിങ്ങളെ പിറകിൽ നിന്നും കാണുന്നുവെന്ന് ഇമാം ബുഖാരി തങ്ങൾ നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട്. ലാ അഖ്ഫാ അലയ്യ ഖുശൂഅക്കും, നിങ്ങളുടെ ഭക്തി എനിക്ക് ഗോപ്യമല്ലെന്ന് റസൂൽ തങ്ങൾ പറയുന്നുണ്ട്. അതായത് ഓരോരുത്തരുടെ ഭക്തി, അവരുടെ വിനയം, അവർക്ക് നിസ്കാരത്തിൽ എത്രയൊക്കെ ഖുശൂ ഉണ്ട്, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിലയിരുത്താൻ പറ്റുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധ മാറുമ്പോഴേക്ക് നരകത്തിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് വിശ്വാസികളെ പ്രയാസപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എന്നാൽ ഖുശൂ വേണ്ടേ? വളരെ കൂടുതലായി വേണം താനും. അതാണ് നിസ്കാരത്തിന്റെ ആത്മാവ്.